ചില എന്ന് പറഞ്ഞവരെ ഇന്ന് മാർച്ച് 25 പരിശുദ്ധ കന്യാമറിയത്തിന്റെ മംഗളവാർത്ത തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇന്നത്തെ ഈ തിരുനാള് നമ്മൾ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിന് ഗബ്രിയേൽ മാലാഖ ദൂത് കൊണ്ടുവരികയാണ്, അല്ലെ? ആ ദൂത് എന്തായിരുന്നു? സന്ദേശം എന്തായിരുന്നു? സന്ദേശം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ ഒരു സന്ദേശമായിരുന്നു. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന്റെ മാതാവാകുവാനായിട്ട്, ഭൂമിയിലെ മനുഷ്യാവതാരത്തിന്റെ മാതാവാകുവാനായിട്ട് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുന്നതാണ്. ദൂതാണ്, ഒരു കത്താണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ഗബ്രിയേൽ മാലാഖ വഴി കൊടുത്തുവിടുന്നത്. അവിചാരിതമായിട്ടുള്ള ഒരു സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സന്ദേശം വരികയാണ്. അതായത് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ തിരുനാൾ നമ്മൾ പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം, ദൈവത്തിന്റെ ഇടപെടല് ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം എന്നതാണ്. ഇത്രയും വലിയൊരു സംഗതി, ഇത്രയും വലിയൊരു സന്ദേശം വളരെ അവിചാരിതമായിട്ടുള്ള ഒരു സമയത്താണ് പരിശുദ്ധ കന്യാമറിയത്തിന് ലഭിക്കുന്നത്. ഇന്നത്തെ ഈ തിരുനാൾ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്, നിന്റെ ജീവിതത്തില് ഏത് സമയത്തും ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ മംഗളവാർത്തയെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച് അത് അത്രമാത്രം സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. കാര്യം ഈശോയുടെ അമ്മയാകാനായിട്ട് തന്നെ തെരഞ്ഞെടുക്കുന്നു, അത് വലിയ കാര്യമാണ്. പക്ഷെ അതിലേക്കുള്ള വഴി അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. എന്നിട്ടും നമ്മൾ വിളിക്കുന്നതിനെ മംഗളവാർത്ത എന്നുള്ളതാണ്. കാരണം എന്താണ്? ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് വഴങ്ങി കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം മംഗളകരമായിട്ട് അവസാനിപ്പിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിനെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പരിശുദ്ധ കന്യാമറിയത്തിന്റെ മംഗളവാർത്ത തിരുനാൾ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുനാൾ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. ഒരുപക്ഷെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുടെ ആരംഭം നീ കരുതുന്ന പോലെ സുഖകരമാകണമെന്നില്ല, വളരെ ഫൈനായിട്ടുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതിന്റെ അവസാനം, അതിന്റെ ക്ലൈമാക്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഈ തിരുനാൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇത് നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്